ഹായ്, ഇപ്പം നടക്കുന്ന ഒരു വലിയ കോമ്പറ്റീഷൻ ഒന്നുമല്ല, കുത്തിത്തിരിപ്പ്. അതായത് സംഘികൾക്കൊരു പ്രശ്നമുണ്ട്. പൊട്ടന്മാരാ, ഇനിയിപ്പോൾ വലിയ ഉദ്യോഗത്തിലിരുന്നിട്ട് വലിയ ഇതിനകത്തൊന്നും ഇരുന്നില്ല, പടുപൊട്ട വിട്ടി കുഷ്മാണ്ഡങ്ങളാണ്. അതുകൊണ്ടാണ് പലയിടങ്ങളിലും ഇവർ പിടിക്കപ്പെട്ടു പോകുന്നത്. അങ്ങനെ പിടിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മളുടെ വിഷയം. നാരായണഗുരുയുടെ സമാധി ദിവസവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഫംഗ്ഷനുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ട് പിണറായി വിജയനും സച്ചിദാനന്ദനും, മഠാധിപതിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരോട് പ്രസംഗിച്ചില്ല ഒരു തുണ്ട്, ഒരു ശകലം അതെടുത്ത് വെച്ചിട്ട് അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. സച്ചിദാനന്ദനാണ് പറയുന്നത്, അല്ല പിണറായി വിജയനല്ല. അപ്പോൾ അത് നമുക്കൊന്ന് കേൾക്കാം. ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചുകൊണ്ടേ കയറാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി പല ശ്രീനാരായണ ക്ഷേത്രങ്ങളും വെച്ചു പുലർത്തുന്നു. ഇത് തിരുത്തിയേ മതിയാകൂ. കാരണം ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്ര സംസ്കാരത്തെ പരിഷ്കരിച്ചയാളാണ്. പണ്ട് ക്ഷേത്രങ്ങളിൽ സവർണ ജനവിഭാഗങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി പൂണൂലൊക്കെ വേണ്ടവണ്ണം അറിയുന്നതിന് വേണ്ടിയാണ് ഈ ഉടുപ്പ് ഊരുന്ന സമ്പ്രദായം ഉണ്ടായതെങ്കിൽ ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം എന്ന് കുമാരനാശാൻ എഴുതിയതുപോലെ ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചു കയറുക എന്നത് ഒരന്ധവിശ്വാസം ശ്രീനാരായണ സമൂഹവും മുറുകെ പിടിക്കുന്നു. അത് തിരുത്തിയേ മതിയാകൂ. ശിവഗിരി മഠത്തിന്റെ മാർഗനിർദ്ദേശം അതാണ്. ഇന്നത്തെ ഈ പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടൽ, അതിന്റെ ഭാഗമായുള്ള ഒരു സന്ദേശം ആദരണീയനായ സച്ചിദാനന്ദ സ്വാമിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഞാനത് പ്രത്യേകമായി എടുത്തു പറയുന്നത്, നമ്മുടെ മാധ്യമങ്ങൾ സാധാരണ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, മറ്റെന്തെങ്കിലും വിവാദത്തിന് അവസരമുണ്ടോ നോക്കി നടക്കുകയാണ് ചെയ്യുക. അവരെ ഓർമ്മിപ്പിക്കാനാണ് ഈ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. അത് ആ മഠത്തിന്റെ ആചരണം. അതിനകത്ത് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഈ നായന്മാർക്കെല്ലാം എന്താ ടെൻഷനാണ്? സുകുമാരൻ നായർക്കും ചെന്നിത്തല നായർക്കും ഒക്കെയാണ് ടെൻഷൻ. രണ്ടുപേരും കൂടെ ഭയങ്കര വെപ്രാളവാ. അപ്പൊ നമുക്ക് ആദ്യം സുകുമാരൻ നായർ എന്താ പറഞ്ഞതെന്ന് കേൾക്കാം. സുകുമാരൻ നായർ പറയണെന്ന് വെച്ചാൽ, ഇതെന്താണ് ഹിന്ദുക്കളുടെ തലയിലോട്ട് നിങ്ങൾ പാഞ്ഞിക്കുന്നത്? ഇപ്പൊ മന്നത്ത് പത്മനാഭന്റെ ഇന്ന് ജയന്തിയാണ്. അപ്പോൾ ആ ഒരു തീയതിയിലാണ് പുള്ളി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഇപ്പൊ ഹിന്ദുവിനെ മാത്രം നിങ്ങൾ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. നിങ്ങൾ എന്തിന് ഹിന്ദുവിനെ ടാർഗറ്റ് ചെയ്യുന്നു? വൈ യു ഗൈസ് ആർ ടാർഗറ്റിംഗ് ഹിന്ദു? അതൊരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇവിടെ കാലാകാലങ്ങളായി നിന്നുണ്ട് കോട്ടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ഷട്ടൂരുന്നതിനെതിരെ മുഖ്യമന്ത്രി പരാമർശം തെറ്റാണ്. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും ആചാരങ്ങളിൽ ആരും ഇടപെടുന്നില്ല. അവരുടെ ആചാരങ്ങളെ വിമർശിക്കാൻ ശിവഗിരിക്കോ മുഖ്യമന്ത്രിക്കോ ധൈര്യമുണ്ടോ എന്നും സുകുമാരൻ നായർ ചോദിച്ചു. മന്നം ജയന്തി, മന്നത്ത് പത്മനാഭന്റെ ജയന്തിയാണ്, ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കായിരുന്നു അദ്ദേഹം. കാലാകാലങ്ങളിൽ നിലനിന്ന് പോകുന്ന ആചാരങ്ങൾ മാറ്റിമറിക്കാൻ എന്തിനാണ് പറയുന്നത്? ഇത്തരം പ്രസ്താവനകളെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ പാടില്ലാതായിരുന്നു. അപ്പോൾ പിന്തുണയെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി പിന്തുണച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും കറക്റ്റ് ആകുമോ? അവർ രണ്ടുപേരും നാരായണീയരാണ്. ഐ മീൻ ശ്രീനാരായണ ഗുരുവിന്റെ ഫോളോവേഴ്സാണ്. അപ്പോൾ അവർക്ക് അവരുടെ വിഭാഗത്തിലെ ആൾക്കാരോട് പറയാൻ പറ്റത്തില്ല. ഇവിടെ നീണ്ടു നിന്നിരുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം ജാതീയ വ്യത്യാസമായിരുന്നു. അതിലെ ഏറ്റവും മോശപ്പെട്ട ഒരു വശം അനുഭവിച്ച വ്യക്തി ആരാണെന്ന് അറിയാമോ? നാരായണ ഗുരുവാണ്. TK മാധവന്റെ അപ്പനേക്കാൾ ഉപരി അദ്ദേഹത്തിനാണ് അപമാനം നേരിട്ടത്. വലിയ വണ്ടിയിൽ വരുന്ന സമയത്ത് അതിൽ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ഈ വൈക്കം സത്യാഗ്രഹത്തിന് മീൻസ് വൈക്കം അമ്പലത്തിന്റെ അതിലേ കൂടെ പോയി കഴിഞ്ഞാൽ ചുറ്റുവട്ടത്തൂടെ പോകാൻ സമ്മതിക്കൂലായിരുന്നു, ഇറക്കി വിട്ടു. അങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അയിത്തോച്ചാടന നിയമവും ക്ഷേത്രപ്രവേശന വിളംബരവും ഒക്കെ കൊണ്ടുവരാൻ എല്ലാവരും കൂടെ എഫർട്ട് എടുത്തതിൽ പുള്ളിയും ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പഠിച്ചവരും മനസ്സിലാക്കിയവരും അവരുടെ വിഭാഗത്തിനോട് പറയും, നിങ്ങളെങ്കിലും ഇത് ചെയ്യാതിരിക്കും എന്ന് പറയുന്നത് അവരുടെ വിഭാഗത്തിനോട് പറയാൻ പാടില്ലേ? ഉടനെ അത് ഹിന്ദുക്കൾക്കാകി. SNDP-കാരോട് പറഞ്ഞ ഒരു കാര്യത്തിനെ ഇവര് ഹിന്ദുക്കളുടെ കാര്യം എടുത്തു. അവർ ഹിന്ദുക്കളാണോ അല്ലയോ എന്ന് അവർ തന്നെ ആദ്യം പറയട്ടെ. നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനത്തിൽ എത്തുക. ആദ്യം അവരെ മനുഷ്യരായിട്ട് പോലും കാൽക്കുലേറ്റ് ചെയ്തില്ല. പിന്നെ മന്നത്ത് പത്മനാഭന്റെ ജയന്തി ദിവസത്തിൽ ഇതൊക്കെ പറയുമ്പോൾ മന്നത്ത് പത്മനാഭൻ പറഞ്ഞ കുറെ കുനാഷ്പിക്കേഷൻ ഞാൻ കൊണ്ടുവന്ന് തരാം. അത് ഈ സുകുമാരൻ നായർക്കാണ് ഈ വെപ്രാളം. സുകുമാരൻ നായർ പറയണത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മുസ്ലിങ്ങൾക്ക് ഉള്ള പ്രശ്നത്തിലൊന്നും പിണറായി വിജയൻ ഇടപെടത്തില്ല, ക്രിസ്ത്യാനികളുടെ പ്രശ്നത്തിൽ ഇടപെടത്തില്ല, പക്ഷേ നമ്മളുടെ ആചാരങ്ങളിൽ ഇടപെടും. ഉടുപ്പൂരിയിട്ട് കൊണ്ട് എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? എന്താ അമ്പലത്തിൽ ചെല്ലുമ്പോൾ വിയർക്കോ? എന്താ പ്രശ്നം? എന്താ പൂണൂല് കാണണം? അപ്പോൾ അത് ഉന്നത ജാതിയാണ്. അപ്പോൾ അയാളെ കയറ്റി വിടാം. താഴ്ന്ന ജാതിക്കാരയിൽ പൂണൂലുണ്ടാവത്തില്ല. ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് അതിനകത്ത്. അല്ല പിന്നെ ഉടുപ്പൂരി കൊണ്ട് എന്തിനു പോകുന്നത്? ദേവി എങ്ങാണോ അല്ലെങ്കിൽ ദേവനെങ്ങാണോ പറഞ്ഞ ഉടുപ്പൂരി അങ്ങോട്ട് തള്ളാനായിട്ട്. സനാതന ധർമ്മം രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും പാരമ്പര്യം.
ഇത് VD സതീശൻ നായർ പറഞ്ഞതാ, അത് നായരാണെന്ന് ഓർത്തോണം. അപ്പോൾ അതിന് എനിക്ക് ലളിതാംബിക അന്തർജനത്തിൻ്റെ ഒരു കോട്ട് എൻ്റെ കൂടെ ചേർത്ത് പറയാനുണ്ട്. ഭർത്താവിൻ്റെ മുഖത്ത് ഒരിക്കൽ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. നരച്ച താടിയും മീശയും തടിച്ച കുടവയറും പേടിയേക്കാൾ അമ്പരപ്പാണ് എനിക്ക് തോന്നിയത്. മുത്തശ്ശി എത്ര പറഞ്ഞിട്ടും അകത്ത് ഞാൻ കടന്നില്ല. 4 വേളിയും 40 സംബന്ധവും ആയുള്ള അദ്ദേഹം പിന്നെ അവിടെ വന്നിട്ടുമില്ല. 40 സംബന്ധം എന്നൊക്കെ പറയുമ്പം 44 കല്യാണമായി മൊത്തത്തിൽ. സംബന്ധം കൂടലെന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നതാണ്, നായർ സ്ത്രീകളെ സംബന്ധം കൂടുക. 4 വേളി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മുസ്ലിങ്ങളുടെ മറ്റൊരു വേർഷനായിരുന്നു. മുസ്ലിങ്ങൾക്കൊരു കാരണമുണ്ട്, അവർക്ക് കാരണമൊന്നുമില്ല, അങ്ങോട്ട് വേളി കഴിക്കന്നെ അതന്നെ എന്ന്. അപ്പം അതിനെ ഇത് മുരളി തോന്നക്കലിട്ട ഒരു പോസ്റ്റാണ് ഞാൻ കോട്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ലളിതാംബിക അന്തർജനത്തിൻ്റെ വേർഡിംഗ് ആണ്. അതുകൂടെ ഈ പാരമ്പര്യം കേരളത്തിലെ 90% ജനങ്ങൾക്കും ഇല്ല സാറേ എന്ന് മുരളി പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. 10% വരുന്ന നായന്മാരുടെ പാരമ്പര്യമായിരിക്കും സതീശൻ നായർ പറഞ്ഞിട്ടുണ്ടാവുക. പുണ്യ നായർ ചേട്ട, ബാക്കിയുള്ളവർക്ക് ആ പാരമ്പര്യമില്ല. ആ പാരമ്പര്യം ഞങ്ങളുടെ തലയിൽ കൊണ്ട് കെട്ടിവെക്കേണ്ട. അപ്പോൾ സനാതന ധർമ്മം രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും പാരമ്പര്യം എന്ന് പറയാം. മുഴുവൻ ആളുകളുടെയും കൊട്ടേഷൻ സതീശൻ നായർ ഏറ്റണ്ട. അതേപോലെ സുകുമാരൻ നായരും. സുകുമാരൻ നായർ പറയണതും അത് തന്നെയാണ്. നമ്മളുടെ പാരമ്പര്യം നമ്മൾ സൂക്ഷിക്കണം, നമ്മളുടെ ആചാര അനുഷ്ഠാനങ്ങൾ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ രമേശ് ചെന്നിത്തല ഈ NSSന്റെ പുത്രൻ. രണ്ടും കണക്കാ, രണ്ടുപേരെയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ പുത്രൻ ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഭൂരിപക്ഷം കിട്ടുന്ന മുന്നണിയുടെ MLA-മാർ തിരഞ്ഞെടുക്കണം. അതാണ് ജനാധിപത്യത്തിലെ കീഴ്വഴക്കം. പെരുന്നയിൽ നിന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കേണ്ട. അങ്ങനെ പ്രഖ്യാപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ BJPയുടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചാൽ മതി. വോട്ട് മുഴുവൻ അങ്ങോട്ടാണല്ലോ പോകുന്നത്. NSS എന്ന് പറയുന്നത് ഇയാൾ തന്നെ ഈ സുകുമാരൻ തന്നെ മുമ്പ് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പണ്ടൊരു ശംഖിയായിരുന്നു, അതിനേക്കാൾ നല്ലത് ഇതിൽ നിൽക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടാണ് NSSന്റെ ഇതിനകത്ത് കയറിയെന്ന് പറയുന്നത്. ഈ നായർ കമ്മ്യൂണിറ്റി തന്നെയാണ് 10 മന്ത്രിമാരായിട്ട് ഇരിക്കുന്നത് ഇതിനകത്ത്. അത് ബാക്കിയുള്ളവർക്ക് ബോധമില്ലായ്മ പോയത് കൊണ്ടാണ്. ഇനി വരുന്ന മന്ത്രിസഭയിൽ, അത് ഏത് മന്ത്രിസഭ, തൂക്കു മന്ത്രിസഭ വന്നാൽ മതി, ഇനി വരുന്ന മന്ത്രിസഭയിൽ എല്ലാ വിഭാഗത്തിലാണ്. SNDP-കാർക്ക് നിൽക്കട്ടെ, വേണമെങ്കിൽ ചേർത്തിട്ട് മുസ്ലിം വിഭാഗത്തിന് തീർച്ചയായിട്ടും ഉണ്ടാകണം. എല്ലാ വിഭാഗത്തിലെ ആൾക്കാർ വേണം. അങ്ങനെ ഒരു മന്ത്രിസഭയാണ് വേണ്ട. അല്ലാതെ വെറും 10% വരുന്ന ഈ വിഭാഗത്തിന്റെ ആൾക്കാർ അവിടെ കയറി ഇരിക്കുന്നുണ്ട്. ഈ ജാതീയ വേർതിരിവ് ഇന്നും ഈ നാട്ടിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണത്. മാറ്റണം. പഴയ ചരിത്രകാരന്മാരായിരുന്നാലും നവോത്ഥാന നായകന്മാരായിരുന്നാലും ഒക്കെ എഴുതി വെച്ചതും എഫർട്ട് എടുത്തതും കഷ്ടപ്പെട്ടതും ജീവപണയപ്പെടുത്തിയതും ഒക്കെ ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ സംസാരിക്കാനാണ്. ഇത് കണ്ടിട്ട് നമ്മൾ മിണ്ടായിരുന്നു ഇത് ഏതറ്റം വരെ പോകുമെന്ന് നോക്കിക്കൊണ്ടിരുന്നു. 2 ദിവസമായിട്ട് ഞാൻ കുറച്ച് തിരക്കുകളിലുമായിരുന്നു, അതും പോട്ടെ. അപ്പം നായന്മാരെല്ലാവരും കൂടെ കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കണം നാട് നന്നാക്കാനായിട്ട്. ഇന്നത്തെ അവസരം അതിനുള്ള കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. മന്നത്ത് പത്മനാഭൻ എഴുതിയ ഒരു കൊട്ടേഷനും കൂടെ കോട്ട് ചെയ്തുകൊണ്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു, അച്ഛനെന്ന് വിളിക്കാൻ എനിക്ക് വീട്ടിൽ ആളില്ലായിരുന്നു. ബാക്കിയുള്ളവർക്കൊക്കെ അച്ഛനുണ്ടെന്നുള്ള മനസ്സിലായില്ലേ. അമ്മയെ സമ്മന്തം കൂടിയതാ. ആരി? നമ്പൂരീശൻ വന്ന് സമ്മന്തം കൂടിയ. നമ്പൂരീശാന് അന്തർജനത്തിലുണ്ടാകുന്ന കുട്ടി ഉണ്ണി അമ്പൂരിയാം. അതേസമയം നമ്പൂരീശാൻ ഈ പറയണ നായരച്ചികൾക്ക് വന്ന് സമ്മതം കൂടി ഉണ്ടാകുന്ന കുട്ടി കൊശവനാ. കൊശവന് സ്വത്തവകാശം ഇല്ല. കൊശവൻ സ്വത്തവകാശത്തിന് ചോദിക്കാനും പാടില്ല, അപ്പൻ എന്ന് വിളിക്കാനും പാടില്ല അത്രേ. അപ്പൊ എന്ത് വിളിക്കണം? അതിപ്പോ ഒന്നും വിളിക്കാനും നോക്കൂല. ആള് വരും, പ്രോഗ്രാം ചെയ്യും, കൊച്ചിനെ കൊടുക്കും, പോവും. ഒരു കട്ടിൽ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമ്പൂരി കട്ടിലെന്നാ പേര്. അതിൽ വരും, അതിലങ്ങോട്ട് അവർ നായന്മാരെ കട്ടിലും കിടക്കത്തില്ല. നമ്പൂരിശൻ അയിത്ത എന്നിട്ട് നായരച്ചികൾ അയിത്തല്ല. അങ്ങനെ എല്ലാ ജാതി വിഭാഗങ്ങളും അയിത്ത. പക്ഷെ നമ്പൂരിച്ചിക്ക് പെണ്ണുങ്ങളൊക്കെ ഓക്കെ, ഒരു കുഴപ്പമില്ല, നല്ല സൂപ്ര. ഇവിടെ നിയമം കൊണ്ട് അത് ശക്തപ്പെടുത്തി. ഒരു വ്യക്തിയെ നോക്കി അയാളുടെ ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ക്രൈമാ, ജാമ്യമില്ലാത്ത കേസാ. എന്നാലും പറയും അതൊരു സുഖ. അതിപ്പോഴും ഉണ്ട്. മന്നത്ത് പത്മനാഭന്റെ ജയന്തി ദിവസമാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു വിശേഷം പറയണം. അപ്പം മന്നത്ത് പത്മനാഭന്റെ വിശേഷം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജാതി വ്യവസ്ഥയെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അദ്ദേഹത്തിന് അപ്പനില്ലായിരുന്നു എന്ന് വെച്ചാൽ അമ്മ വഴച്ചെന്നല്ല അർത്ഥം. അമ്മ നല്ല ഡീസന്റ് ആയിരുന്നു. അമ്മ നായരൂട്ടിയാ, അതാ കുഴപ്പം. അവിടെ ആകുമ്പോൾ നായർ വീടുകളിൽ സമ്മതം കൂടാൻ വരും. പക്ഷെ അതവർ ക്രെഡിറ്റ് ആയിട്ടാണ് പറയണത്. കാരണം പെണ്ണുങ്ങൾക്ക് അധികാരമുണ്ട്, അവരെയൊക്കെ സെലക്ട് ചെയ്യാൻ അധികാരമുണ്ട്. ചുമ്മാതെയാ. നായന്മാര് മാറിക്കൊടുക്കും. അവരുടെ കട്ടിലുകളിൽ പോലും ഈ പറയുന്ന നമ്പൂരീശൻ വരത്തില്ല. നമ്പൂരി സംബന്ധം കൂടാൻ വരുമ്പോൾ അവരൊരു കട്ടിൽ അവിടെ അങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും. ആ കട്ടിലിനകത്താണ് പ്രോഗ്രാം.
കൊച്ചുണ്ടായാൽ ആ കൊച്ചിന് അപ്പനില്ല എന്നാണ് അർത്ഥം. സ്വത്തൊക്കെ കൊടുക്കും, പക്ഷെ അത് ആ കൊച്ചിന്റെ പേർക്ക് കൊടുക്കുന്നില്ല. ഈ ഇഷ്ടം ദാനം പോലെ എന്തെങ്കിലും നല്ല വക്കാപ്പിച്ച കൊടുക്കും, ചാപ്പാടിന് വകയായിരിക്കും കൊടുക്കണം. എന്നിട്ട് പെണ്ണുമ്പിളെ പൂശിയിട്ട് അങ്ങോട്ട് പോകും. ഈ കുഞ്ഞ് മന്നത്ത് പത്മനാഭൻ തന്നെ സ്വന്തം ജീവിത ചരിത്രത്തിൽ പറഞ്ഞ കാര്യമാണ്. എനിക്ക് വിളിക്കാൻ അപ്പനില്ലാത്തതുകൊണ്ട് 12ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് ഒരു നായരെ കെട്ടിച്ചു, എന്നിട്ട് ആ നായരെ ഞാൻ അപ്പനെന്ന് വിളിച്ചു എന്നാ പറയണത്. നമ്പൂരി സംബന്ധം കൂടി ഉണ്ടായതാ മന്നത്ത് പത്മനാഭൻ, സ്വന്തം അപ്പനും അല്ല, സ്റ്റെപ്പപ്പന അങ്ങനെ വിളിക്കേണ്ടി വന്നു. ഈ നായരുടെ വീട്ടിൽ വരുമ്പോൾ അയാളുടെ കട്ടിൽ കൊള്ളത്തിൽ, അയാളുടെ ഫുഡ് കൊള്ളത്തിൽ, അതൊന്നും പറ്റത്തില്ല. പക്ഷെ നായരച്ചി ഓക്കെയാണ്. അത് നമ്പൂരികളുടെ ഒരു സ്ഥിര കളി പരിപാടിയാണ്. അവരുടെ അന്തർജനത്തിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് ഉണ്ണിയമ്പൂരി എന്ന് പേരിടും. ആ ഉണ്ണിയമ്പൂരിക്ക് അപ്പനെ വിളിക്കാം, അപ്പ എന്ന് വിളിക്കാം. ബാക്കി ആർക്കും അത് പറ്റത്തില്ല. കാരണം ഈ പറയണ നമ്പൂരി ലോകം മുഴുക്ക നടന്ന് സംബന്ധം അങ്ങോട്ട് കൂടുക തന്നെ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അന്തർജനം പറഞ്ഞത്, 40 സംബന്ധം കൂടിയ നമ്പൂതിശന അവരെയും കൂടെ കല്യാണം കഴിക്കാനായിട്ട് വന്നത്, സംബന്ധം കൂടാനായിട്ട് തന്നെ വന്നതാണ്. അപ്പൊ അന്തർജനം വെളി കഴിക്കാൻ വന്നത്, 4 വെളി 40 സംബന്ധവും കഴിഞ്ഞ ഒരുത്തനാണ് എന്നെ വെളി കഴിക്കാൻ വന്നതെന്നാണ് അന്തർജനം പറയണത്. അപ്പോ ഇതേപോലെ ഈ അയിത്തമില്ലാത്തത് പെണ്ണുങ്ങൾക്കാണ്. പിന്നെ അവർ മറയ്ക്കാൻ പാടില്ല. അന്തർജനങ്ങൾക്ക് മറയ്ക്കാം, ബാക്കിയുള്ളവർക്ക് മറയ്ക്കാൻ പാടില്ല. ഇതൊക്കെ നടന്നിട്ട് ഇപ്പൊ 100 വർഷം തികഞ്ഞിട്ടില്ല. ഇതിപ്പോ നടന്നുകൊണ്ടിരുന്ന ഈ ഗോത്രീയത 100 വർഷം പോലും തികയാത്ത ഒരു വിഭാഗം ആൾക്കാരാണ് ഇരുന്നുകൊണ്ട് കുണസ പറയുന്നത്. ഒരു ചെറിയ കോമൺ സെൻസ് ഉള്ള മനുഷ്യരാണെങ്കിൽ, ഒരു അല്പം ബോധമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വൃത്തികേടുമായിട്ട് മുന്നോട്ട് പോകത്തില്ല. അതൊരു സംസ്കാരമാണോ, അത് പാരമ്പര്യമാണോ എന്ന് ചിന്തിക്കുക. മറ്റൊരു വിഭാഗക്കാർ പറഞ്ഞാലോ ഓക്കെ. ഇവിടുത്തെ സംസ്കാരം എന്ന് പറയുന്നത് അച്ഛനെന്ന് വിളിക്കുക, അമ്മയെന്ന് വിളിക്കുക, അവരുടെ റെസ്പെക്റ്റോട് കൂടി പെരുമാറുക, നമ്മളുടെ പൈതൃകങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് പിന്നെയും പറയാം. ഈ പാരമ്പര്യം പറയല്ലേ, പ്രത്യേകിച്ച് നായർ കമ്മ്യൂണിറ്റിയിലെ പാരമ്പര്യം പറയില്ലേ, അത് ഇതാണ്. അവരുടെ കമ്മ്യൂണിറ്റിയിലെ പാരമ്പര്യം ഇതാണ്. നാണം കെട്ടൊരു പാരമ്പര്യമാണത്. അത് മാറ്റിയെടുത്തത്, മാറാൻ ഉള്ള പെർമിഷൻ കൊടുത്തത്, അതിനുള്ള സഹായകമായി നിന്ന മനുഷ്യരെ പോലും ആക്രമിക്കുന്ന ഒരു ടേമാണ് ഇവിടെയുള്ളത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മന്നത്ത് പത്മനാഭന്റെ കുറേ അധികം കോട്ടിങ്സ് ഉണ്ട്. അത് വേണമെങ്കിൽ ഞാൻ പിന്നൊരു വീഡിയോ ആയിട്ട് ചെയ്തിടാം. അതിനകത്ത് വ്യക്തമായിട്ട് ഈഴവ കമ്മ്യൂണിറ്റിയോടുള്ള അദ്ദേഹത്തിന്റെ വെറുപ്പ് കൃത്യമായി പറയുന്നുണ്ട്. താനോ ഉച്ചനീചത്വത്തിന്റെ ഒരു അടയാളമാണ്. തൻ്റെ താഴെ ഉള്ളവരുടെ ആ ഉച്ചനീചത്വം കാണിക്കാൻ പാടില്ലെന്നുള്ള കോമൺ സെൻസ് ഇല്ലാത്തൊരു മനുഷ്യരാണ് ഈ മന്നത്ത് പത്മനാഭം. ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഈഴവരുടെ വംശവിച്ഛേദം വരുത്താതെ ഞാൻ അടങ്ങുകയില്ല. മന്നത്ത് ആചാര്യൻ കരുനാഗപ്പള്ളി പ്രസംഗത്തിൽ പറഞ്ഞാണ് പുള്ളി, സംവരണം അക്രമമാണ്, അധർമ്മമാണ്, അന്യായമാണ്. മന്നത്ത് പപ്പു, ഈഴവർ പന്നിപറ്റ സന്തതികളും മന്ദബുദ്ധികളുമാണ്. അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശനവും അനുവദിച്ചത് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. മന്നത്താചാര്യൻ ശാസ്തമംഗലം പ്രസംഗത്തിൽ ഉണ്ടായിരുന്നതാണ്. പിറ്റേന്ന് കേരള കൗമുദിയുടെ എഡിറ്ററായിരുന്ന നമ്മളെ സുകുമാരൻ, കെ സുകുമാരൻ, അദ്ദേഹം പറഞ്ഞ, എടാ ഞങ്ങൾക്ക് വീട്ടിൽ ചോദിക്കാനും പറയുന്ന ആളുണ്ടായിരുന്നു, അതായത് അപ്പനുണ്ടായിരുന്നു. നിന്റെ അപ്പൻ ആരാണെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: കെ സുകുമാരൻ, എൻ്റെ പേര് കെ സുകുമാരൻ, എൻ്റെ അച്ഛൻ്റെ പേര് CV കുഞ്ഞിരാമൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ഞാറക്കൽ വാസുദേവൻ. അവരുടെയും അച്ഛന്മാരുടെ പേര് വേണമെങ്കിൽ കൊണ്ടുവന്ന് തരാം, ആവശ്യമെങ്കിൽ തരാം. ഈ മന്നത്ത് പത്മനാഭന്റെ തന്താരേ, താങ്കൾ പറഞ്ഞ പന്നി പെറ്റുകൂട്ടിയ ഈഴവന്മാർക്കല്ല ഇതുപോലെ വീട്ടിൽ ചൂണ്ടിക്കാണിക്കാൻ അച്ഛനുണ്ടായിരുന്നു, ഒരു തന്നെങ്കിലും ഉണ്ടാവും, താങ്കൾക്ക് അതുപോലും ഇല്ലല്ലോ. അതാണ് മറുപടി. അടുത്ത് വേറൊരു കോട്ട് കേട്ടോ: ചാത്തൻ പുലയൻ മന്ത്രിയായിരിക്കുന്ന നാട്ടിൽ ജീവിക്കുവാൻ സാധ്യമല്ല. മന്നത്താചാര്യൻ മുതുകുളം പ്രസംഗത്തിൽ പറഞ്ഞതാണ്. ഹിന്ദുക്കളുടെ ആലംബവും ആശാകേന്ദ്രവും RSS ആണെന്ന്. NSS RSS ഒക്കെ സിമിലർ ആണ്. മന്നത്ത് പപ്പായി പറഞ്ഞതാ. നവോത്ഥാന നായകനാ, നായർ സമുദായത്തിലെ നവോത്ഥാന നായകൻ അദ്ദേഹം. മന്നത്തിന്റെ വംശീയവാദ പ്രസംഗങ്ങൾക്കെതിരെ കേരള കൗമുദിയിൽ താൻ കൈകാര്യം ചെയ്തിരുന്ന കോളത്തിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്ന സഹോദരൻ അയ്യപ്പൻ മാത്രമാണ്. സഹോദരൻ അയ്യപ്പനെ മന്നം വിരട്ടാൻ ശ്രമിച്ചിരുന്നെങ്കിലും അയ്യപ്പന്റെ അടുത്ത് അതൊന്നും ഓടിയില്ല. പിലീന അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ അപമാനിച്ചിട്ടുണ്ട് ഈ അലവിലാതി. അപ്പോ RSSന്റെ ചങ്ങനാശ്ശേരിയിൽ നടന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സവർക്കറെ മന്നത്ത് പത്മനാഭൻ മുഖ്യ അതിഥിയായി ക്ഷണിച്ചു കൊണ്ടുവന്നു. 1940 മെയ് 4 ഡയറിയിൽ മന്നം ഇങ്ങനെ കുറിച്ചു: 4 സമ്മേളനം നിർവചനം നടന്നു. ഹിന്ദു സമ്മേളന അധ്യക്ഷനെ ചെങ്കോട്ട മുതൽ സ്വീകരിച്ചു. വഴിമധ്യേ പല സ്വീകരണങ്ങളും ഉണ്ടായി. സ്വാഗത സംഘം സവർക്കറെ ആഡംബരപൂർവ്വം സ്വീകരിച്ച് ഘോഷയാത്രയായി കൊണ്ടുവന്ന് മുനിസിപ്പൽ മംഗളപത്രം കൊടുത്തു. 4ാം ദിവസം ബാരിസ്റ്റർ വിനായക ദാമോദർ സവർക്കറുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദു മത സമ്മേളനവും നടന്നു.
ഇവനൊക്കെ പക്ക സംഖ്യയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വായിക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു വേർഷൻ പോസ്റ്റ് ചെയ്തിട്ടേക്കാം, വായിച്ചു നോക്കുക. ഒത്തിരി കൊട്ടേഷൻ ഉണ്ട്, അത് വലിയൊരു ലെങ്തി പോസ്റ്റാണ്, ലിബിയുടെ പോസ്റ്റാണ്. അത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇട്ടേക്കാം. അപ്പം നിങ്ങളത് ഞാൻ ബോറടിപ്പിക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. വേണമെങ്കിൽ ഒരെണ്ണം പറയാം. ഈ മറ്റേ ഏതൊക്കെ സമ്മേളനങ്ങളിൽ എവിടെയൊക്കെ വെച്ചിട്ടാണ് ഈ സംസാരം എന്നുള്ളതിൻ്റെ കൃത്യമായ കൊട്ടേഷനാണുള്ളത്. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് ഇട്ടേക്കാം. ഒരു കാര്യം ഞാൻ പറയാം, ഇയാൾക്ക് കൃത്യമായി അജണ്ടകളുണ്ടായിരുന്നു. ഈ ക്ഷേത്രപ്രവേശനം പോലും എടുത്തു കളയണമെന്നും ഇവന്മാർ പന്നിക്ക് പിറന്നതാണെന്നും ഇവന്മാർക്ക് ബുദ്ധിയില്ല എന്നും ഒക്കെ ഒരുപാട് ഇടങ്ങളിൽ നിന്നുകൊണ്ട് മന്നത്ത് പത്മനാഭൻ ഈഴവ കമ്മ്യൂണിറ്റി അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അത് അർഹിക്കുന്ന അധിക്ഷേപങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഇവർക്കല്ല, മന്നത്ത് പത്മനാഭൻ അർഹിക്കുന്ന അധിക്ഷേപമാണ് അയാളുടെ കുടുംബത്തിൽ കിട്ടിയത്. കാരണം അയാളുടെ ഉള്ളിലുള്ള ആ ജാതിബോധം കൊണ്ടാണല്ലോ അയാൾ ഈഴവ കമ്മ്യൂണിറ്റി അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അയാൾക്ക് നമ്പൂരി കമ്മ്യൂണിറ്റിയിൽ നിന്ന് അയാൾക്ക് കിട്ടിയ അവഹേളനം, അയാളുടെ അപ്പൻ നമ്പൂരാനിൽ നിന്ന് കിട്ടിയ അവഹേളനം പോലും, ആ അവഹേളനം പോലും അയാൾക്ക് അത് അർഹിക്കുന്നു എന്നാണ് പറയണത്. കാരണം താഴേക്കൂടെയുള്ള അടുത്ത ആൾക്കാരെയും അയാൾ അങ്ങനെയല്ലേ കൺസിഡർ ചെയ്തിട്ട്. ഇപ്പം ഇവരെല്ലാവരും ഗുലാമാണ്, മൊത്തം സംഗീസം കയറി അങ്ങ് ഒട്ടുകയാണ്. പക്ഷെ ഇപ്പുറത്തുള്ളവർ സ്ട്രെങ്തനായി നിൽക്കുമ്പോൾ അവർക്ക് പേടി വരുന്നു. 26% ടെൻഷൻ അടിക്കുന്നെന്ന് അവർക്ക് മനസ്സിലായി. അവർ കറക്റ്റായിട്ട് നിൽക്കുന്നു. ആക്ഷൻ അത് കൃത്യമായിട്ട് എടുക്കണം. ദയവ് ചെയ്ത് ഏതെങ്കിലും നേതാക്കന്മാർ എന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, പടലപ്പിണക്കങ്ങൾ ഒഴിവാക്കി വെച്ച് സ്ട്രെങ്തനാവും. എലക്ഷൻ വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കും. അത് തീരുമാനങ്ങൾ എടുക്കാൻ വൈകരുത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളുടെ തല കുനിയുന്ന പരിപാടി ഇനി നിർത്തി കൊടുക്കുക. ഒരു കാരണവശാലും ഒരു സപ്പോർട്ടിനും പോകരുത്. അത് നമ്മുടെ വിഷയം, അത് വേറൊരു വിഷയം, അതിലേക്കൊക്കെ പോട്ടെ. അപ്പം ചെന്നിത്തല നായർക്കും സുകുമാരൻ നായർക്കും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ നാട്ടില് 10% മാത്രമേ നിങ്ങളുള്ളൂ. ബാക്കി എല്ലാവരുടെയും പാരമ്പര്യത്തിന്റെ കാര്യം രണ്ടാളും പറയണ്ട. ഞങ്ങൾക്കൊന്നും അങ്ങനത്തെ പാരമ്പര്യമില്ല. ഞങ്ങൾ അങ്ങനത്തെ പാരമ്പര്യത്തിൽ ജനിച്ചതുമല്ല, അങ്ങനെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. നിങ്ങൾക്കൊക്കെ വീട്ടിൽ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലായിരുന്നു, ഞങ്ങൾക്കൊക്കെ അത് ആളുണ്ടായിരുന്നു. അവിടെ ആളുണ്ട്. അങ്ങനെയാണ്. സംബന്ധം കൂടി ഇട്ടിട്ടങ്ങ് പോകുന്ന പരിപാടിയൊന്നുമില്ലായിരുന്നു. സംബന്ധക്കട്ടിലും നമ്പൂരി കട്ടിലും ഒന്നും നമ്മുടെ ഒന്നും വീട്ടിലില്ല. അവിടെ ഞങ്ങളുടെയൊക്കെ അപ്പൻ തന്നെ അമ്മയോടെ കിടന്നിട്ടുള്ളത്. അപ്പം ആ ഒരു കാര്യം നമ്മളെ കൊണ്ട് വീണ്ടും പറയിക്കരുത്. പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വർഗത്തോടാണ്, അദ്ദേഹത്തിന്റെ ആൾക്കാരോട് കൂടെയാണ്. അത് സനാതനധർമ്മം മർമ്മം വേണമെന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേകതരം ലോജിക്കാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സംഘികളെ പൊതുസമൂഹം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സതീശനെ പോലുള്ളവരെ സൂക്ഷിച്ചു കൊള്ളുക. കാലം കെട്ട കാലമാണ്. ഇവനൊക്കെ സംഘികളാണെന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആ കോട്ടി. അതിനകത്തുണ്ട് വ്യക്തതയോടുകൂടി അവൻ എന്താണെന്ന്. സംഘികളെ എലക്ട് ചെയ്താലുള്ള പ്രശ്നം, രാജ്യദ്രോഹികളായ ഇവറ്റകൾക്ക് നമ്മളുടെ തന്നെ പൗരന്മാരെ നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിക്കണമെന്ന ചിന്തയാണ്. അതാണ് രാജ്യദ്രോഹത്തിന്റെ അടയാളം. ഒരേ നാട്ടിൽ ജീവിക്കുന്ന, ഒരേ ഭാഷയിൽ സംസാരിക്കുന്ന, ഒരേ രീതിയിൽ ഇതുള്ള ആൾക്കാരെല്ലാം നമ്മുടെ തന്നെ പൗരന്മാരെ ഈ രാജ്യത്ത് നിന്ന് ഓടിക്കണമെന്നും അവർ രാജ്യത്തിന്റെ അല്ല എന്ന് പറയുന്ന രാജ്യദ്രോഹികളെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഇവനെയൊക്കെ നമ്പി നമ്മൾ കോൺഗ്രസിനാണ് വോട്ടിടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി വോട്ടിട്ട് കൊടുത്താൽ നമ്മൾ വോട്ടിടുന്നത് ഡയറക്റ്റ് സംഘികൾക്കാണ് എന്നുള്ളത് തിരിച്ചറിയുക. കോൺഗ്രസിൽ നമ്മുടെ ആൾക്കാർ നിന്നാൽ ഇട്ടുകൊടുക്കുക, അല്ലാതെ ഒരു കാരണവശാലും ഇവറ്റകൾക്ക് കൊടുക്കരുത്. പ്രത്യേകിച്ച് ഈ 10% നീക്കി നിർത്തുക. ഇനിയും ഈ നിയമങ്ങൾ ഇവിടെ പ്രാബല്യത്തിൽ വരണം. ഈ നിയമങ്ങൾ ഇവിടെ ശരിക്കാവുക തന്നെ വേണം. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലങ്ങൾക്ക് ഇപ്പുറവും നമുക്ക് നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാത്തൊരു വണ്ണം ഇപ്പോഴും ആ 10% അവിടെ ഇരിക്കുന്നതെങ്കിൽ അർത്ഥം എന്താണ്? ഇവിടുത്തെ ജാതി വ്യവസ്ഥ മാറിയില്ലെന്നല്ലേ? ജാതി വ്യവസ്ഥ അവിടെ തന്നെ നിൽക്കുക എന്നല്ലേ? അതിനെതിരെയാണ് പൊരുതേണ്ടത്. അതിനെതിരെ പൊരുതിയിരുന്നു ഇസ്ലാമിയർ, പൊരുതിയിരുന്നു. അതിന്റെ തെളിവുകൾ ഞാൻ ഒരുപാട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത്രത്തോളം ഇറങ്ങി നിന്ന് ഇവർക്ക് വേണ്ടി പൊരുതിയിട്ടും വീണ്ടും വള്ളം ആ കരയ്ക്ക് തന്നെയാണ് ഇവർ അടുപ്പിച്ച് വെച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ കാലക്രമേണ നമ്മൾ വീണ്ടും ഇറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് അവർ കൊണ്ടുവന്ന് നിർത്തുമെന്നുള്ള തർക്കമൊന്നും വേണ്ട. അപ്പോൾ പാരമ്പര്യമൊക്കെ പറഞ്ഞ് ശോഭിക്കുന്ന ഇവന്മാർക്ക്, കള്ളത്തരത്തിന്റെ മൂർത്തിഭാവങ്ങളായ ഇവന്മാര് കള്ളത്തരമാണ് പറയുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ കൊണ്ടുവച്ച ഈ വീഡിയോ. അത് കണ്ടു നോക്കുക, മനസ്സിലാക്കുക. പച്ച നുണകൾ പടച്ചു വിടുന്ന ശീലം സംഘികൾക്കാണ്. അത് VD സതീശനായിരുന്നാലും ശരി, സുകുമാരൻ നായരനായിരുന്നാലും ശരി, എല്ലാ നായന്മാരും അത് പടച്ചു വിടുന്നത് പച്ച നുണയാണ്. ഈ വിഷയത്തിൽ സച്ചിദാനന്ദനാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വർഗത്തോട് പറഞ്ഞതാണ്. ഇത് ഇസ്ലാമിയർ പറഞ്ഞാലും അവരെ അടിക്കാൻ കയറും, ക്രൈസ്തവർ ചർച്ചിൽ പറഞ്ഞാലും അവരെ അടിക്കാൻ കയറും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, അവരവരുടെ ജനതയോട് അവരവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മതം അനുസരിച്ച് മതമില്ലാതെയും ഒക്കെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരവരുടെ സംഘടന നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് അവരവരുടെ കാര്യങ്ങൾ പറയുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത്? ഈ പറയുന്ന 10%-ന്റേതല്ല ഇവിടുത്തെ പാരമ്പര്യം. ബാക്കി 90%-നും പാരമ്പര്യമുണ്ട്, അപ്പനുണ്ട്.
അതാണ് പാരമ്പര്യം എടുത്തു പറയേണ്ട ഒരു ഗതികളിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മൈ ചാനൽ.